ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിംസ് ലൈൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആൻറ്റി റൊമാറ്റിക് ഡ്രഗ് ആണ്. സോ ഇതിന് ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, MCQസിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, സോ ആ ഭാഗത്തു നിന്ന് മാത്രമായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തന്നെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫോർ യൂണിവേഴ്സിറ്റി എക്സാംസ് അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ നോക്കേണ്ടി വരും. നിങ്ങൾക്ക് അതുപോലത്തെ വീഡിയോ ആണ് ആവശ്യമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ MCQ ബേസ്ഡ് ആയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ ഇസ് DMARDs. അതിൽ വരുന്നതാണ് നോൺ ബയോളജിക്കൽ ഏജൻറ്റ്സ്. ഓക്കെ, നോൺ ബയോളജിക്കൽ ഏജൻറ്റ്സിൽ ഇമ്മ്യൂണോ സപ്രസൻസ് വരുന്നുണ്ട്. ഇമ്മ്യൂണോ സപ്രസൻസ് എന്തൊക്കെയാണ്? സൈക്ലോസ്പോറിൻ, അതായത് കാൽസിനോറിന് ഇൻഹിബിറ്റഡ് ആയിട്ടുള്ള സൈക്ലോസ്പോറിനും പിന്നെ ആൻറ്റി പ്രൊളിഫറേറ്റീവ് ഏജൻ്റ് ആയിട്ടുള്ള എസാതയോപ്രിനും മീതോട്രെക്സിൽ വരുന്നത്. അതുകൂടാണ്ട് ഒരു ട്രിക്ക് പറഞ്ഞാൽ ഷീ ലെഫ്റ്റ് ഹെർ ഫോർ ടോഫി. ഓക്കെ, ഷീ ലെഫ്റ്റ് ഹെർ ഫോർ ടോഫി. അപ്പം അതിൽ ഷീ എസ് എന്ന് പറയുമ്പോൾ എന്താണ്? സൾഫ സാലിസിൻ. ലെഫ്റ്റ് എൽ എന്ന് പറയുമ്പം ലെഫ്ലൂണമൈഡ്. ഹെർ എച്ച് പറയുമ്പോൾ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ആൻഡ് ടോഫി എന്ന് പറയുമ്പം ടോഫ സിറ്റിനിബ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ബയോളജിക്കൽ ഏജൻറ്റ്സ്. അതിൽ വരുന്നതാണ് TNF ആൽഫ ഇനിബിറ്റർ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്തായിരുന്നു അതിൻ്റെ കോഡ് എന്നുള്ളത് അല്ലേ? ഈറ്റിൻ അഡ ആണ്. അതായത് എന്തായിരുന്നു? ഇറ്റാൻ റിസെപ്റ്റ്, ഇൻഫ്ലിക്സിമാബ്, എനഡാലിമുമാബ്. ഇനി 1L1 ആൻറ്റഗണിസ്റ്റ് ആണെങ്കിൽ എനാകിൻഡ്ര. ഓക്കെ, ഇത് നെക്സ്റ്റ് വൺ ഇസ് അഡ്ജുവൻസ്. അഡ്ജുവൻസ് എന്തൊക്കെയാണ് വരുന്നത്? കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ് ലൈക്ക് പ്രെഡിനിസലോൺ ആണ് അഡ്ജുവൻസ് ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് മീതോട്രെക്സൈഡ്. മീതോട്രെക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ് ആണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ് ആണ് എന്ത്? മീതോട്രെക്സൈറ്റ്. ഇനി ഇവിടെ എന്താ ഫംഗ്ഷൻ, ഇവിടെ മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ THF ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എന്ത് വഴിയാണ്? DHF റിഡക്ടേസ് വഴിയാണ്. സോ ഈ DHF റിഡക്ടേസിനെ മീതോട്രെക്സൈറ്റ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എസാതയോപ്രിൻ ആണെങ്കിൽ 6-മെർക്കാപ്റ്റോ പ്യൂരിനായിട്ട് കൺവേർട്ട് ചെയ്യും, അങ്ങനെ പ്യൂരിൻ സിന്തസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ലെഫ്ലൂണമൈഡ് ആണെങ്കിൽ ഡൈഹൈഡ്രോ ഒറട്ടേറ്റ് ഡീഹൈഡ്രോജിനേസിനെ ഇൻഹിബിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനിയിപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ ഏത് ആൻറ്റിബോഡി കാരനാണ്? IgM കാരനാണ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. IgM കാരനാണ്. ദെൻ TNF ആൽഫ ഇൻഹിബിറ്റർ ഷുഡ് നോട്ട് ബി യൂസ് ഇൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വിത്ത് ഹെപ്പറ്റൈറ്റിസ് B. ഓക്കെ, അതായത് TNF ആൽഫ ഇൻഹിബിറ്റർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ RA വിത്ത് ഹെപ്പറ്റൈറ്റിസ് B ഉള്ള RA അങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ TNF ആൽഫ ഇൻഹിബിറ്റർ ഷുഡ് നോട്ട് ബി യൂസ്ഡ്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞാൽ അതേപോലെ കോസ് ഓഫ് RA IgM ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ റാസ് ബ്യൂരിക്കേസ് ഈസ് എൻ അനലോഗ് ഓഫ് യൂറേറ്റ് ഓക്സിഡേസ്. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പ്രീവിയസ് ഇയർ എന്നൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നോക്കാം. റാസ് ബ്യൂരിക്കേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അനലോഗ് ഓഫ് വാട്ട്? ഇറ്റ് ഈസ് എൻ അനലോഗ് ഓഫ് യൂറേറ്റ് ഓക്സിഡേസ് ആണ്. ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞു, ഇമ്മ്യൂണോ സപ്രസൻസിൽ പറഞ്ഞു എബാറ്റാസെപ്റ്റ ഒരു RA ഡ്രഗ് ആണ്, ഒരു ന്യൂവർ ആയിട്ടുള്ള RA ഡ്രഗ് ആണ്. സോ അത് എവിടെയാണ് ബൈൻഡ് ചെയ്യുന്നത് പറയുന്നത്? ഇറ്റ് ബൈൻഡ് ടു CD28 ബൈൻഡ് ചെയ്യുന്നത് ഓൺ T സെല്ലിൽ. ഇറ്റ് ബൈൻഡ് ടു CD28 ഓൺ T സെൽ. ഓക്കെ,